അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പുതിയാപ്പിള കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി, വെളുത്തുള്ളി 15 അല്ലി, 2 പീസ് ഇഞ്ചി, 4 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതുപോലെ ഇത് കുതിർത്ത അണ്ടിപ്പരിപ്പാണ്. ഇത് നമ്മൾക്ക് വയ്യ അരച്ചെടുക്കാനുള്ളതാണ്. ഒരു തേങ്ങയുടെ 1/4 പാലും അതിൻ്റെ 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഈ 2-ാം പാലിൽ നിന്ന് 2 സ്പൂൺ എടുത്തിട്ടാണ് ഈ അണ്ടിപ്പരിപ്പ് സ്മൂത്തായി അരച്ചെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പ്, അതുപോലെ കറിവേപ്പില. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 1/2 കിലോ ഇറച്ചിയാണ് ഇന്നത്തെ ഈ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഒന്നിച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി അതിലേക്ക് ഇടാം. ഞാനിത് കുക്കറിൽ വെക്കുന്നത് എനിക്ക് ടൈം കുറവായതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ സാധാരണ പാത്രത്തിൽ കുറച്ച് വേകാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. മട്ടൻ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് കുക്കറിൽ ഉണ്ടാക്കുന്നത്. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ ഉള്ളി ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ പച്ചമണം അറിയോടെ തന്നെ നമുക്ക് ടൊമാറ്റോയും ആഡ് ചെയ്യാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിൽ തന്നെ പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. നമ്മുടെ തക്കാളിയും നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി ചേരുവകളും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. മട്ടൺ ആഡ് ചെയ്തതിലേക്ക് കറിവേപ്പില ഇട്ടു. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഇനി മട്ടൻ കറിയിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്, മുളക് പൊടി കുറച്ചേ വേണ്ടൂ. ഞാനിവിടെ 1/2 കിലോക്ക് കണക്കായി 3.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇത് വേഗം കണക്കായി 2-ാമത്തെ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു സ്പൈസി ഒന്നല്ല ഈ കറി, നല്ലൊരു ചെറിയൊരു സ്വീറ്റായിട്ടുള്ള കറിയാണ്. നമുക്കിത് ഇനി വേവാൻ വെക്കാം. കുക്കർ മൂടിയിട്ട് കഴിഞ്ഞാൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം സിമ്മിലിടണം. പിന്നെ ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും ഈ മട്ടൻ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി. ഓരോ മട്ടൻ്റെയും വേവ് അതിൻ്റെ മൂപ്പനുസരിച്ചായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിത് കവർ ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മട്ടൻ വേവാൻ വെച്ചിട്ട്. കുറച്ച് മൂപ്പുള്ള മട്ടൺ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്തു. നമുക്ക് നോക്കാം. നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിപ്പാലെടുക്കണം. ഒരു തേങ്ങയുടെ നല്ല കട്ടിപ്പാലാണിത്. ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മട്ടൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വരുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് പേസ്റ്റ് കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട്. എങ്കിൽ ഇത് കുറച്ച് തിക്ക് ഗ്രേവിയായി വരികയുള്ളൂ. നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. കണ്ടാൽ മനസ്സിലാവും ഇത് കുറച്ച് തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. മട്ടൻ കറി നമ്മൾ ഒരുപാട് വിധത്തിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഇത് മട്ടൻ പുതിയാപ്പിളക്കറി എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലം മുതലേ പുതിയാപ്പിളമാരുടെ സൽക്കാരങ്ങൾക്ക് ഭയങ്കര ഒരു വാല്യൂ ആണ്. അതിപ്പോഴും തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മട്ടൻ ഇതുപോലെ ഉണ്ടാക്കുന്ന കറി. ഇപ്പോഴും സൽക്കാരങ്ങളിൽ VIP ആണ് ഈ മട്ടൻ പുതിയാപ്പിളക്കറി. നല്ലൊരു ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ മട്ടൻ വെച്ചാൽ നിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ലല്ലോ എന്ന്. ഇതാണ് എൻ്റെ സീക്രട്ട്, ഞാൻ മട്ടൻ കറി ഉണ്ടാക്കുന്നത്. ഒരുപാട് തിളച്ച് വരണ്ട, കുറച്ച് തിളക്കുമ്പോൾ തന്നെ നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇടാനുണ്ട്. നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇടാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കി വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തൊക്കെ ശരിയാക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ പുതിയാപ്പിളക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ ടേസ്റ്റിയായ മട്ടൻ പുതിയാപ്പിളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. ഇതിന് ഗീ റൈസ് ആയാലും പത്തിരി ആയാലും ചപ്പാത്തി പൊറോട്ട ഏതായാലും നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഏതും കൂട്ടി കഴിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.